ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LKG ഫസ്റ്റ് ടൈം EVS ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023-24 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാച്ച് ടു ദ കറക്റ്റ് ബാസ്ക്കറ്റ്. 2 ബാസ്ക്കറ്റ് തന്നിട്ടുണ്ട്. ഒരു ബാസ്ക്കറ്റിൻ്റെ അവിടെ ഫ്രൂട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്, അടുത്ത ബാസ്ക്കറ്റിൻ്റെ അവിടെ വെജിറ്റബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രങ്ങൾ? ആദ്യത്തെ ചിത്രം കാബേജ്, ഗ്രേപ്സ്, ഓറഞ്ച്, ക്യാരറ്റ്, മാംഗോ, ക്യാപ്സിക്കം. ഇതിൽ ഫ്രൂട്ട്സ് ആയിട്ട് കാണുന്നത് ഏതൊക്കെയാണ്? അതൊക്കെ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റിൽ വരയ്ക്കണം. ഇനി വെജിറ്റബിളായിട്ട് കാണുന്നത് ഏതൊക്കെയോ അതൊക്കെ വെജിറ്റബിളിൻ്റെ ബാസ്ക്കറ്റിലേക്ക് വരയ്ക്കണം. നമുക്ക് വരച്ചാലോ? കാബേജ്, ഫസ്റ്റത്തെ കാബേജ് അതേതാണ്? വെജിറ്റബിൾ. അപ്പോൾ വെജിറ്റബിളിലേക്ക് വരയ്ക്കണം. അടുത്തത് ഗ്രേപ്സ്. ഗ്രേപ്സ് ഏതാണ്? ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റിലേക്ക് വരയ്ക്കണം. ഇനി അടുത്തതോ? ഓറഞ്ച്. അപ്പോൾ ഓറഞ്ച് ഏതാണ്? ഫ്രൂട്ട്സ് ആണല്ലേ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റിലേക്ക് വരയ്ക്കണം. ഇനി അടുത്തത് ഏതാണ്? ക്യാരറ്റ്. ക്യാരറ്റ് ഏതാണ്? വെജിറ്റബിൾ. അപ്പോൾ വെജിറ്റബിളിൻ്റെ ബാസ്ക്കറ്റിലേക്ക് വരയ്ക്കണം. ഇനി അടുത്തത് മാംഗോ. മാംഗോ ഏതാണ്? ഫ്രൂട്ട്സ് ആണല്ലേ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റിലേക്ക് വരയ്ക്കണം. ഇനി ലാസ്റ്റ് ക്യാപ്സിക്കം. ക്യാപ്സിക്കം ഏതാണ്? വെജിറ്റബിൾ. അപ്പോൾ വെജിറ്റബിളിൻ്റെ ബാസ്ക്കറ്റിലേക്ക് വരയ്ക്കണം. ഇങ്ങനെ ഓരോന്നും ഫ്രൂട്ട്സ് ആണോ വെജിറ്റബിൾ ആണോ എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് അത് പറയണം. അപ്പോൾ അതങ്ങനെ അതിലേക്ക് വരയ്ക്കാം. ഇതൊരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടിക്ക് ഇറ്റ്സ് കളർ. അവിടെ 3 പിക്ചർ തന്നിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ് പിക്ചർ? ഒന്ന് ടൊമാറ്റോ, പിന്നെ ബ്രിഞ്ചാൾ, പിന്നെ ക്യാപ്സിക്കം. അപ്പോൾ ഇതിൻ്റെ കളർ ഏതാണെന്ന് നമ്മൾ ടിക്ക് ചെയ്യണം. അപ്പോൾ ടൊമാറ്റോയുടെ കളർ ഏതാണ്? ഏത് കളറാണ് ടൊമാറ്റോ? അവിടെ പിക്ചറിൽ ഏത് കളറാണ് കാണുന്നത്? റെഡ് അല്ലേ. റെഡ് ആണോ ബ്ലൂ ആണോ? ഏതാണ്? റെഡ്. അപ്പോൾ റെഡിൻ്റെ അവിടെ ടിക്ക് ചെയ്യണം. അടുത്തത് ബ്രിഞ്ചാൾ. ബ്രിഞ്ചാളിൻ്റെ കളർ ഏതാ? യെല്ലോ കളറാണോ പർപ്പിൾ കളറാണോ? ഏത് കളറാണ് ബ്രിഞ്ചാൾ? പർപ്പിൾ കളർ. അപ്പോൾ അവിടെ ടിക്ക് ചെയ്യണം. അടുത്തത് എന്താണ്? ക്യാപ്സിക്കം. ക്യാപ്സിക്കത്തിൻ്റെ കളർ ഏതാണ്? ഗ്രീൻ. ഗ്രീനിൻ്റെ അവിടെ ടിക്ക് ചെയ്യണം. ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടിക്ക് ഓൾ ഗുഡ് ആൻഡ് സെൽഫ് ഹാബിറ്റ്സ്, ക്രോസ് ദ ബാഡ് വൺസ്. ഇപ്പോൾ ഈ പിക്ചറിൽ ഗുഡ് ഹാബിറ്റ് ഏതാണെന്ന് വെച്ചെങ്കിൽ അതിനെ ടിക്ക് ചെയ്യുക, ബാഡ് ഹാബിറ്റ് ഏതാണെന്ന് വെച്ചെങ്കിൽ അതിനെ ക്രോസ് ചെയ്യുക. ഫസ്റ്റത്തെ ചിത്രം ഏതാണ്? ഒരു കുട്ടി റോട്ട് കൂടെ ഇങ്ങനെ കളിക്കുകയാണ് അല്ലേ, പന്തെടുത്തിട്ട് കളിക്കുകയാണ്. അപ്പോൾ അത് ബാഡാണോ ഗുഡാണോ? ബാഡാണ് അല്ലേ. ഡു നോട്ട് പ്ലേ ഓൺ ദ റോഡ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേക്കണേ. റോട്ടിലൂടെ കളിക്കാൻ പാടില്ല. അപ്പോൾ എന്താണ്? അത് ബാഡ് ഹാബിറ്റാണ് അല്ലേ. വണ്ടി വരണത് കണ്ടോ? അപ്പോൾ നമ്മൾ ഇടിക്കൂലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. അടുത്ത പിക്ചർ എന്താ? ഒരു കുട്ടി പല്ല് തേക്കുന്നതാണ് അല്ലേ. ഗുഡ് ഹാബിറ്റാണോ അതോ ബാഡ് ഹാബിറ്റാണോ? എന്താണ് നമ്മൾ പഠിച്ചേക്കണത്? ബ്രഷ് യുവർ ടീത്ത്. ബ്രഷ് യുവർ ടീത്ത് അല്ലേ. എന്നും പല്ല് തേക്കണം എന്നല്ലേ പഠിച്ചേക്കണേ. അപ്പോൾ പല്ല് തേക്കണത് ഗുഡ് ഹാബിറ്റാണോ ബാഡ് ഹാബിറ്റാണോ? ഗുഡ് ഹാബിറ്റ് അല്ലേ. അപ്പോൾ അതിനെ ടിക്ക് ചെയ്യണം. അടുത്ത പിക്ചർ എന്താ? ഒരു കുട്ടി മറ്റൊരു കുട്ടീനെ ഉന്തിയിടണ പിക്ചറാണല്ലേ. എന്താണ് നമ്മൾ പഠിച്ചേക്കണേ? ഡു നോട്ട് പുഷ് അതേഴ്സ് അല്ലേ. മറ്റുള്ളവരെ നമ്മൾ ഉന്തിയിടാൻ പാടുമോ? ഇല്ല. അപ്പോൾ അത് എന്ത് ഹാബിറ്റാണ്? അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്ത് ഹാബിറ്റാണ്? ബാഡ് ഹാബിറ്റാണ് അല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ചിത്രത്തിൽ എന്ത് ഹാബിറ്റാണ്? ബാഡ് ഹാബിറ്റ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. അടുത്ത പിക്ചർ എന്താണ്? ഒരു കുട്ടി നഖം വെട്ടുകയാണ് അല്ലേ. ട്രിം യുവർ നെയിൽസ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേക്കണേ. എന്ത് ഹാബിറ്റാണത്? ഗുഡ് ഹാബിറ്റ് അല്ലേ. അപ്പോൾ അതിനെ ടിക്ക് ചെയ്യണം. അടുത്ത പിക്ചർ എന്താണ്? ഡു നോട്ട് പ്ലേ വിത്ത് ഫയർ. നമ്മൾ തീയിൽ കളിക്കാൻ പാടില്ല. ആ കുട്ടി എന്തിലാണ് കളിക്കണേ? തീ എടുത്തിട്ടല്ലേ കളിക്കണേ. ഗുഡ് ഹാബിറ്റാണോ അതോ ബാഡ് ഹാബിറ്റാണോ? ബാഡ് ഹാബിറ്റാണല്ലേ. അപ്പോൾ അതിനെ ക്രോസ് ചെയ്യണം. അടുത്തത് എന്താ? ഒരു കുട്ടി നിൽക്കുകയാണല്ലേ. അത് ഹാബിറ്റാണോ? അത് നമ്മൾ ഹാബിറ്റിലാണോ പഠിച്ചേക്കണേ? ഒരു കുട്ടി നിൽക്കുക എന്നുള്ളത്
ഒന്നും എവിടെ നിൽക്കണം ഒന്നും കാണിക്കുന്നില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ അതിനൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, നെയിം ദീസ് ബോഡി പാർട്സ്. കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിലെ ബോഡി പാർട്സ് പറയാം. ആദ്യത്തെ കുട്ടി എന്താ കാണിക്കുന്നത്? കാല് കാണിക്കുകയാണ് അല്ലേ? കാലിനെന്താ പറയുക? ലെഗ്. അടുത്ത കുട്ടി എന്താ കാണിക്കണേ? കൈ കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനെന്താ പറയുക? ഹാൻഡ്. അടുത്ത കുട്ടിയോ കണ്ണിൽ തൊട്ടേക്കാണ് അല്ലേ? അപ്പോൾ കണ്ണിനെന്താ പറയുക? ഐ. അടുത്ത കുട്ടി എവിടെ തൊട്ടേക്കണേ? ചെവിയിൽ തൊട്ടേക്കാണ് അല്ലേ? അപ്പോൾ ഇയർ. ചെവിക്ക് ഇയർ. അത് നിങ്ങൾ പറയണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ടു വേർ യു സീ ദം. ഇത് മാച്ച് ചെയ്യാൻ, ഈ പിക്ചറുകൾ തമ്മിൽ മാച്ച് ചെയ്യാൻ എവിടെയൊക്കെയാണ് കാണുന്നതെങ്കിൽ ആ കാണുന്ന സ്ഥലത്തേക്ക് നമ്മൾ മാച്ച് ചെയ്യണം. ആദ്യം എന്താ കാണുന്നത്? ആദ്യത്തെ പിക്ചർ എന്താണ്? ഒരു ബാത്റൂമിൻ്റെ ചിത്രമാണല്ലേ? അപ്പോൾ ബാത്റൂമിൽ ഏത് സാധനമാണ് ഉണ്ടാവുക? നമുക്കറിയാമല്ലേ എന്താ ഉണ്ടാവുക? ബാസ്ക്കറ്റും മഗും അല്ലേ? ബാത്റൂമിൽ കുളിക്കാനായിട്ടുള്ള ബക്കറ്റും കപ്പല്ലേ ഉണ്ടാവുക? അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്യാം. ഇനി അടുത്ത ചിത്രം എന്താണ് അവിടെ കാണുന്നത്? ഒരു കട്ടിൽ കാണാണ്ട് അല്ലേ? അപ്പോൾ ഇത് ഏതാണ്? ബെഡ്റൂം. ബെഡ്റൂമിൽ എന്താ ഉണ്ടാവുക? ബെഡ്റൂമിൽ ബെഡാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ബെഡിൻ്റെ അങ്ങോട്ട് വരയ്ക്കുക. ഇനി അടുത്ത ചിത്രം എന്താ? അതൊരു കിച്ചനാണ് അല്ലേ? ആ കിച്ചണിൽ എന്താ ഉണ്ടാവുക? ഗ്യാസ് സിലിണ്ടറും അല്ലേ? അപ്പോൾ അതിലേക്ക് വരയ്ക്കുക. ഇനി അടുത്ത സ്ഥലത്തിന് നമ്മൾ എന്താണ് പറയുക? ഡ്രോയിങ് റൂം അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചേക്കണേ? അതിലെന്താ ഉണ്ടാവുക? അതിൽ സോഫയാണല്ലേ? അപ്പോൾ സോഫയിലേക്ക് വരയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. കളർ ഓൺലി യുവർ ഫേവറേറ്റ് ഫ്രൂട്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിനെ കളർ ചെയ്യാൻ ഒരു ആപ്പിളും ഒരു ബനാനയും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇതിലിഷ്ടം? ആപ്പിളാണോ കൂടുതൽ ഇഷ്ടം? ബനാനയാണോ? ആപ്പിളാണെച്ചെങ്കിൽ ഏത് കളർ കൊടുക്കും നമ്മൾ? ആപ്പിളിന് ഏത് കളർ കൊടുക്കും? റെഡ് കളർ കൊടുക്കൂലേ? ബനാനയാണെച്ചെങ്കിലോ ചില കൂട്ടുകാർക്ക് ബനാനയാവും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ബനാനയാണെച്ചെങ്കിൽ ഏത് കളറാണ് കൊടുക്കുക? യെല്ലോ കളർ കൊടുക്കും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഫ്രൂട്ടിന് യോജിച്ച കളർ കൊടുക്കണം. ആപ്പിളാണെങ്കിൽ റെഡ് കൊടുക്കുക, ബനാനയാണെങ്കിൽ യെല്ലോ കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഈസി അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ബായ്.